കേരളത്തിലെ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽപ്പെടുന്ന കുട്ടനാട് സംസ്ഥാനത്തിൻ്റെ നെല്ലറ കൂടിയാണ്. വിശാലമായ പാടശേഖരങ്ങളും നദികളും തോടുകളും കായലുകളുമൊക്കെ കുട്ടനാടിൻ്റെ ഹൃദയ സൗന്ദര്യമായി മാറുന്നു. ഉൾനാടൻ മത്സ്യങ്ങൾ നിറഞ്ഞ ജലാശയങ്ങളും താറാവിൻ പറ്റങ്ങളും ഇതര ജൈവ വൈവിധ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയും അടങ്ങുന്ന കുട്ടനാടിൻ്റെ സാമൂഹികത വെള്ളവും വള്ളവും ചേർന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടേറെ ജലോത്സവങ്ങൾ കുട്ടനാടൻ മണ്ണിലെ നദികളിൽ ആണ്ടോടാണ്ട് അരങ്ങേറുന്നത്. കുട്ടനാടൻ ഗ്രാമീണ പൈതൃകത്തിൻ്റെ ജീവശോഭ എന്തെന്ന് കാട്ടുകയാണ് ഓരോ ജലമേളകളും. ഇതിലേറെ ശ്രദ്ധേയമായ ജലമേളയാണ് പമ്പാ നദിയിൽ നടന്നു പോരുന്ന KC മാമൻ മാപ്പിള ട്രോഫിക്ക് വേണ്ടിയുള്ള ഉത്രാടൻ തിരുനാൾ പമ്പ ജലോത്സവം. കുട്ടനാടൻ ഗ്രാമമായ നീലേറ്റിപ്പുറത്തെ പമ്പ വാട്ടർ സ്റ്റേഡിയത്തിൽ 2023 ഡിസംബർ 30 നടന്നത് 65ാമത് പമ്പ ജലോത്സവം വർണ്ണമനോഹരമായ കാഴ്ചയായിരുന്നു. ആയിരക്കണക്കിന് വരുന്ന വള്ളംകളി പ്രേമികളുടെ സാന്നിധ്യത്തിൽ ഇത്തവണത്തെ പമ്പ ജലോത്സവം ഏറെ ആകർഷണീയതയണിഞ്ഞു. ജലരാജാക്കന്മാരായ 6 ചുണ്ടൻ വള്ളങ്ങളും 11 ചെറുവള്ളങ്ങളും ഇത്തവണത്തെ മത്സരത്തിൽ പങ്കാളികളായി. ഇന്ത്യൻ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സഹകരണം ജലമേളയുടെ പ്രകീർത്തനമായി. കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രി V. മുരളീധരൻ 65ാമത് പമ്പ ജലമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി. നദിയിലെ 1 കിലോമീറ്റർ വരുന്ന നെട്ടായത്തിലെ ഫിനിഷിംഗ് പോയിന്റിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൽ പമ്പ ബോട്ട് ക്ലബ് വർക്കിംഗ് പ്രസിഡന്റ് വിക്ടർ T. തോമസ് അതിഥികളെ സ്വാഗതം ചെയ്തു. കുട്ടനാട് MLA തോമസ് K. തോമസ് ആധ്യക്ഷം വഹിച്ചു. കുട്ടനാട്ടുകാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ് വള്ളംകളി. വള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് മാറി നിൽക്കാനായിട്ടൊക്കത്തില്ല. അതെന്ത് ത്യാഗവും സഹിച്ച് നമ്മളത് കാണാനെത്തും, നമ്മളതിനോട് പങ്കുചേരും. നമുക്ക് ആവശ്യമാകുന്ന എല്ലാ സഹായങ്ങളും അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. അത് നമ്മളുടെ ഒരു ബലഹീനതയാണെന്ന് തന്നെ പറയാം കുട്ടനാട്ടുകാരുടെ. അപ്പോൾ ഒരു കാരണവശാലും നമ്മളതിനകത്ത് പുറകോട്ട് നിൽക്കത്തില്ല. കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ ഭദ്രദീപം തെളിച്ച് 65ാമത് പമ്പ ജലമേളയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മുടെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കുകയും ഈ വൈവിധ്യങ്ങളുടെ കരുത്തിനെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഉത്സവമായിട്ട് മാറണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇൻക്രെഡിബിൾ ഇന്ത്യ 2 എന്നുള്ള നാമധേയത്തിൽ നമ്മുടെ നാട്ടിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ ഒരു കുതിപ്പ് നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് പങ്കാളിത്തവും ആഘോഷങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയും നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ KC മാമൻ മാപ്പിള ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ഉത്രാടം തിരുനാൾ പമ്പ ജലോത്സവം ഈ ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ കണക്കാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ഈ ആഘോഷത്തെ കുറെ കൂടി സജീവമായി കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടി വിനോദസഞ്ചാരികളെ ലോകമെമ്പാടു നിന്നും ആഘോഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടികൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നടത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ 14-ാം തീയതിയാണ് അടുത്ത മത്സരം എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സ്ഥിതിയിൽ നമ്മുടെ മുന്നിൽ ഏതാണ്ട് 8-9 മാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ 9 മാസക്കാലത്തിനിടയിൽ ഈ കേരളത്തെ മുഴുവൻ തന്നെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ആഘോഷത്തെ ലോകം മുഴുവൻ പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തം ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വാശിയേറിയ ജലോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ചുണ്ടൻ വള്ളങ്ങളുടെ വർണ്ണമനോഹരമായ മാസ്റ്ററിൽ സംഘടിപ്പിച്ചു.
ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരത്തിൽ ഒന്നാം ട്രാക്കിൽ നടുവിലെ പറമ്പൻ, രണ്ടാം ട്രാക്കിൽ പായിപ്പാടൻ എന്നീ ചുണ്ടൻ വള്ളങ്ങൾ മത്സരിച്ചു. നീലേറ്റുപുറം ഇമ്മാനുവൽ ബോട്ട് ക്ലബിൻ്റെ നടുവിലെ പറമ്പിനെ രഞ്ജു എബ്രാഹാം നയിച്ചു. പായിപ്പാടന് ജസൽ നേതൃത്വം നൽകി. ആദ്യപാദ മത്സരത്തിൽ ഒന്നാം ട്രാക്കിലെ നടുവിലെ പറമ്പൻ ആദ്യം ഫിനിഷ് ചെയ്തു. തൊട്ടു പിന്നാലെ തുഴഞ്ഞെത്തിയ പായിപ്പാടനായിരുന്നു രണ്ടാം സ്ഥാനം. രണ്ടാം പാദ മത്സരത്തിൽ ചെറുതന, നിരണം എന്നീ ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുത്തു. പമ്പയുടെ ഇരുകരകളിലായി തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കിന് വരുന്ന വള്ളംകളി പ്രേമികൾ ഏറെ ആവേശത്തോടെ മത്സരങ്ങൾ ആസ്വദിച്ചു. കുട്ടനാട്ടുകാർക്കൊപ്പം ഇതര ജില്ലകളിൽ നിന്നുള്ളവരും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും ഈ വർഷത്തെ അവസാന ജലോത്സവമായ പമ്പാ ജലമേളയിൽ പങ്കാളികളായി. ഒന്നാം ട്രാക്കിലെ ചെറുതനച്ചുണ്ടനെ ഷിബു നയിച്ചു. അമിച്ചകരി ബോട്ട് ക്ലബിൻ്റേതായിരുന്നു വള്ളം. രണ്ടാം ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബിൻ്റെ നിരണം ചുണ്ടനെ KG എബ്രാഹിം നയിച്ചു. അത്യന്തം ആവേശം പടർത്തിയ ഈ മത്സരത്തിൽ നിരണം ചുണ്ടൻ ഒന്നാമതായി എത്തി. ചെറുതന രണ്ടാമതുമെത്തി. KC മാമൻ മാപ്പിള ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ഉത്രാടം തിരുനാൾ പമ്പ ജലോത്സവത്തിൽ ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും കേരളത്തെ അടയാളപ്പെടുത്തുന്ന, പ്രത്യേകിച്ച് കുട്ടനാട്ടിൻ്റെ ദേശീയ ഉത്സവമായിട്ട് കണക്കാക്കാവുന്ന ഈ ജലമേള തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ കൂടുതൽ പങ്കാളിത്തവും കൂടുതൽ ആഘോഷത്തോടു കൂടിയും ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ നടത്താൻ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ വിധത്തിലുള്ള പരിശ്രമങ്ങളും ഉണ്ടാവും. ചുണ്ടൻ വള്ളങ്ങളുടെ അവസാന പാദ മത്സരത്തിൽ ഒന്നാം ട്രാക്കിൽ ആനാരിയും രണ്ടാം ട്രാക്കിൽ ജവഹർ തായങ്കരിയും മത്സരിച്ചു. ആനാരി ബോട്ട് ക്ലബിൻ്റെ ആനാരി ചുണ്ടനെ സജു നയിച്ചു. ജവഹർ ബോട്ട് ക്ലബിൻ്റെ ജവഹർ തായങ്കരിയെ ജോസഫ് മുളന്താനം നയിച്ചു. പേരും പെരുമയും അണിഞ്ഞ രണ്ട് ജലകേസരികളുടെ പോരാട്ടം. വള്ളംകളി വിജയങ്ങളുടെ പ്രശസ്തി പേറിയ ജവഹർ തായങ്കരി ഒന്നാമതെത്തി. ആനാരിക്ക് രണ്ടാം സ്ഥാനം. ബി ഗ്രേഡ് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ആദ്യപാദ മത്സരത്തിൽ ഒന്നാം ട്രാക്കിൽ കുറുപ്പുപറമ്പനും രണ്ടാം ട്രാക്കിൽ ശരവണനും മത്സരിച്ചു. പണ്ടുകാലത്ത് കായൽ കൊള്ളക്കാരും കടൽ കൊള്ളക്കാരുമൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ജലയാനമായിരുന്നു ഇരുട്ടുകുത്തി. മലയാള ഭാഷയിലെ ല എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലുള്ള തലയും വാലുമാണ് ഇരുട്ടുകുത്തിയുടെ രൂപത്തിന്റെ പ്രത്യേകത. പമ്പയുടെ കരകളെ ആവേശത്തിരയിൽ മുക്കിയ വാശിയേറിയ മത്സരം. ശരവണന്റെ മനോഹരമായ ഫിനിഷിംഗ്. കുറുപ്പുപറമ്പന് രണ്ടാം സ്ഥാനം. നടക്കുകയാണ്. അങ്ങനെ കേരളത്തിലെ ജലോത്സവങ്ങൾ ഏതാണ്ട് 1075 ജലോത്സവങ്ങൾ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ വരവോടുകൂടി ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ അവസാന പാദ മത്സരത്തിൽ ശ്രീമുത്തപ്പനും ദാനിയലും പോരാളികളായി. കാരിച്ചാൽ ദാവീദ് പുത്ര ബോട്ട് ക്ലബിന്റേതായിരുന്നു ശ്രീമുത്തപ്പൻ വള്ളം. ദാനിയൽ വള്ളം വളഞ്ഞവട്ടം ബോട്ട് ക്ലബിന്റേതും. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഹീറ്റ്സിൽ ദാനിയൽ വള്ളം ഒന്നാമതായി ഫിനിഷ് ചെയ്തു. എ ഗ്രേഡ് വെപ്പുവള്ളങ്ങളുടെ പ്രദർശന മത്സരം. ഒന്നാം ട്രാക്കിൽ കടവിൽ സെന്റ് ജോർജും രണ്ടാം ട്രാക്കിൽ പഴശ്ശിരാജയും മത്സരിക്കുന്നു. വെപ്പുവള്ളങ്ങൾ രാജവാഴ്ചക്കാലത്ത് പടക്കപ്പലായി ഉപയോഗിച്ചിരുന്ന ചുണ്ടൻ വള്ളങ്ങൾ അടങ്ങിയ നാവികപ്പടയ്ക്ക് ഭക്ഷണമൊരുക്കുന്നതിൽ സഹായിച്ച വള്ളങ്ങളായിരുന്നു വെപ്പുവള്ളങ്ങൾ. അതുകൊണ്ടാണ് വെപ്പുവള്ളം എന്ന് അവയ്ക്ക് പേര് ലഭിച്ചത്. വള്ളപ്പാട് അകലത്തിൽ പഴശ്ശിരാജയെ പിന്തള്ളി കടവിൽ സെന്റ് ജോർജിന് വിജയം. കടവിൽ സെന്റ് ജോർജ് കടന്നു പോകുമ്പോൾ പഴശ്ശിരാജ കടന്നു വരുന്നു. രണ്ടാം ട്രാക്കിലൂടെ പഴശ്ശിരാജയും ഇതാ കടന്നു വരികയാണ്. കേരളത്തിലെ ജലമേളകളുടെ സമാപനമാണ് ഈ 65ാമത് ഉത്രാടം തിരുനാൾ പമ്പ ജലമേള. KC മാമൻ മാപ്പിള ട്രോഫിക്ക് വേണ്ടിയുള്ള ഈ ജലമേള ഇത് സാധാരണ ഒരു ജലമേളയല്ല. ഇത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകവും അതുപോലെ തന്നെ കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലും കലോത്സവങ്ങളും നടത്തി കേരളം മൊത്തം പുതിയ തലമുറയെ നമ്മൾ സാംസ്കാരികത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രവർത്തനമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻക്രെഡിബിൾ ഇന്ത്യ അത് നാഷണലൈസ് ചെയ്യുന്ന ഒരു വള്ളംകളിയായി ഇത് മാറിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻക്രെഡിബിൾ ഇന്ത്യയിൽ ഇത് ഉൾപ്പെടുത്തി കേന്ദ്ര സാംസ്കാരിക ടൂറിസം വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെയും ഇത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും
ഉൾപ്പെടുത്തി സാംസ്കാരിക പരിപാടികളും ടൂറിസം പ്രൊമോഷന് വേണ്ടി ഈ സംസ്ഥാനത്ത് മാത്രമല്ല അന്യ സംസ്ഥാനത്തു നിന്നും വിദേശത്തു നിന്നും നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ ഇതിൽ എത്തിച്ചേരുന്നതാണ്. എ ഗ്രേഡ് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഒന്നാം ട്രാക്കിൽ തുരുത്തിത്തറയും രണ്ടാം ട്രാക്കിൽ മാമ്മൂടനും മത്സരിക്കുന്നു. പേരും പ്രശസ്തിയുമുള്ള രണ്ട് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ തീപാറുന്ന പോരാട്ടം. മാമ്മൂടന്റെ അട്ടിമറി വിജയമാണ് ഈ ഇനത്തിൽ ദർശിച്ചത്. ഈ വള്ളംകളിയെ ജനങ്ങൾ ഒരിക്കലും മറക്കുവാൻ പറ്റില്ല. ഈ വള്ളംകളിയുടെ ആവേശം ഒരിക്കൽ പോലും ജനങ്ങൾക്ക് കളയാൻ പറ്റില്ല എന്നുള്ളതിനൊരു തെളിവോടുകൂടിയാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന വലിയ ജനക്കൂട്ടവും ഈ കാണുന്ന വള്ളംകളികളുടെ ആവേശവും. കഴിഞ്ഞ കാലങ്ങളിൽ പൂർവ്വപിതാക്കന്മാർ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ പ്രസ്ഥാനം ഇനിയും ഇത് മുന്നോട്ട് പലർക്കും ഇത് പ്രയോജനപ്പെടത്തക്ക രീതിയിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ആവേശം ഒരിക്കൽ പോലും അലതല്ലി പോകാത്ത രീതിയിൽ ഇത് വീണ്ടും ഒരു ഉണർവുണ്ടാകുവാൻ, പുത്തൻ വർഷം ഒരു പുതിയ ആവേശവും പുതിയ ഉണർവുമായി മാറുവാൻ ഈ പമ്പ ജലമേള മാറും. വെപ്പ് ബി ഗ്രേഡ് വിഭാഗത്തിൽ ഒന്നാം ട്രാക്കിൽ എബ്രാഹാം മൂന്നുതൈക്കലും രണ്ടാം ട്രാക്കിൽ PG കരിപ്പുഴയും തമ്മിലുള്ള പ്രദർശന മത്സരം. ചെറുവള്ളങ്ങളെങ്കിലും ആവേശത്തിമിർപ്പിലുള്ള പോരാട്ടം. രണ്ടാം ട്രാക്കിലെ PG കരിപ്പുഴയുടെ വിജയം. ഈ വള്ളംകളിയുടെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സംഘടനകളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. വള്ളംകളിയുടെ ക്ലബിൻ്റെ പ്രസിഡൻറ്റും വള്ളംകളിയുടെ പ്രസിഡൻറ്റുമാണ്. എന്നാൽ കഴിയുന്ന എല്ലാ സംഗതികളും വള്ളംകളിക്ക് അനുകൂലമായിട്ട് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പല കാര്യങ്ങളും പലരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഇവിടെ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാനാണ് ഈ പ്രാവശ്യം മുരളീധരൻ എന്ന് പറയുന്ന മിനിസ്റ്ററെ കൊണ്ടുവന്നത്. വരുന്ന പ്രാവശ്യത്തേക്ക് ഭംഗിയായിട്ട് സെപ്റ്റംബർ 14 വള്ളംകളി ആഡംബരപൂർവമായിട്ട് നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നടത്തുകയും ചെയ്യും. എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ആഗ്രഹിക്കുന്നു. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വിഭാഗത്തിലെ സെമി ഫൈനൽ മത്സരം. ഒന്നാം ട്രാക്കിൽ ദാനിയൽ, രണ്ടാം ട്രാക്കിൽ ജലറാണി, മൂന്നാം ട്രാക്കിൽ ശരവണൻ. ശരവണന്റെ മനോഹരമായ ഫിനിഷിംഗ്. ദാനിയൽ രണ്ടാമതായും തുഴഞ്ഞു. I came from Delhi to see this. I'm going this time to Sabarimala also. And this Pamba boat race is a very enthusiastic thing which I'm seeing for the very first time. And I'm very much blessed to be in here. And I thank to Victor T. Thomas. And here's more than 1.5 lakh spectators are here. And I'm very much blessed to be a part of this Pamba boat race club. And the energy and the enthusiasm towards the boat race people are having. And it is a cultural exchange, and the unity and everything is very much exciting, and I can't even express. Expressions are also not enough to tell about this boat race. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം. ഒന്നാം ട്രാക്കിൽ തുരുത്തിത്തറ, രണ്ടാം ട്രാക്കിൽ മാമ്മൂടൻ എന്നീ വള്ളങ്ങൾ മത്സരിക്കുന്നു. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വിഭാഗം ഫൈനലിൽ മാമ്മൂടൻ ഒന്നാമതായി ഫിനിഷ് ചെയ്യുന്നു. തുരുത്തിത്തറയ്ക്ക് രണ്ടാം സ്ഥാനം. സ്റ്റിൽ സ്റ്റാർട്ടിംഗ് സംവിധാനത്തിലൂടെ സ്റ്റാർട്ടിംഗ് ബോളിന് പുറകിൽ വള്ളങ്ങൾ പിടിച്ച് കൃത്യത പാലിച്ച് ഒരേ ലെവലിൽ സ്റ്റാർട്ടിംഗ് ബോളിന് പുറകിൽ ഒരേപോലെ ഒരേ അലൈൻമെൻറ്റിൽ എത്തിച്ചിട്ടുണ്ട് വള്ളം സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയാണ് സാധാരണ CBLലും നെഹ്റു ട്രോഫിയിലും നമ്മൾ അനുവർത്തിക്കുന്നത്. അതേ സ്റ്റാർട്ടിംഗ് സംവിധാനം തന്നെയാണ് ഇവിടെ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി വള്ളങ്ങൾക്ക് തുല്യതയിൽ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാനുള്ള
ഒരു സംവിധാനം നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബി ഗ്രേഡ് വെപ്പ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം. ഒന്നാം ട്രാക്കിൽ എബ്രാഹം മൂന്നുതൈക്കലും രണ്ടാം ട്രാക്കിൽ PG കരിപ്പുഴയും മത്സരിക്കുന്നു. വാശിയേറിയ തുഴച്ചിലിനൊടുവിൽ PG കരിപ്പുഴയാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ഈ ജലമേള എന്ന് പറയുന്നത് ഇവിടുത്തെ നാടിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ മുഴുവനായുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെ ഒരു ആവേശമാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒരു ഒത്തുകൂടലാണ് ഈ വള്ളംകളി. എ ഗ്രേഡ് വെപ്പ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം. കടവിൽ സെൻറ് ജോർജ് ഒന്നാം ട്രാക്കിലും പഴശ്ശിരാജ രണ്ടാം ട്രാക്കിലും മത്സരിക്കുന്നു. ആവേശക്കുതിപ്പിൻ്റെ നിമിഷങ്ങൾ. എ ഗ്രേഡ് വെപ്പ് വള്ളങ്ങളുടെ വിഭാഗത്തിൽ കടവിൽ സെൻറ് ജോർജിൻ്റെ വിജയകരമായ ഫിനിഷിംഗ്. ഞങ്ങൾ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ ആരാധകരാണ്. 2018, 2019, 2022, 2023 തുടർച്ചയായി 4 മത്സരങ്ങൾ, 4 നെഹ്റു ട്രോഫിയിൽ തുടർച്ചയായി 4 തവണ കപ്പടിച്ച ക്ലബ്ബാണ്. പിന്നെ 2019, 2022, 2023 ഹാട്രിക് CBL അടിച്ച ക്ലബ്ബാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ടീമിന് പ്രചോദനം നൽകുന്നതിന് വേണ്ടിയാണ്. ജലരാജാക്കന്മാരായ ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസ് സൈസ് ഫൈനൽ. 1, 2, 3 എന്നീ ആദ്യപാദ മത്സരത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ചുണ്ടൻ വള്ളങ്ങളാണ് ലൂസ് സൈസ് ഫൈനലിൽ പങ്കെടുക്കുന്നത്. ഒന്നാം ട്രാക്കിൽ പായ്പാടൻ, രണ്ടാം ട്രാക്കിൽ ചെറുതന, മൂന്നാം ട്രാക്കിൽ ആനാരി എന്നീ വള്ളങ്ങൾ പങ്കെടുക്കുന്നു. പായ്പാടൻ വള്ളം 2025-ലും 26-ലും 27-ലും നെഹ്റു ട്രോഫി ഹാട്രിക് നേടിയ വള്ളമാണ്. കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുകാരായിരുന്നു അന്നതിൽ തുഴഞ്ഞത്. 2018-ൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞ് വീണ്ടും പായ്പാടനിൽ നെഹ്റു ട്രോഫി കരസ്ഥമാക്കുകയുണ്ടായി. ചെറുതന വള്ളം 2004-ൽ നെഹ്റു ട്രോഫി കുമരകം ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞ് വിജയിച്ച വള്ളമാണ് ചെറുതന. അതുപോലെ ആനാരി ചുണ്ടൻ 2014-ൽ കൊല്ലം ട്രോഫി കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതുവരെ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടില്ലാത്ത ആനാരിയും, 4 പ്രാവശ്യം നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ പായ്പാടനും 1 പ്രാവശ്യം നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ചെറുതനയും തമ്മിലാണ് ഈ ഇനത്തിൽ ലൂസ് സൈസ് ഫൈനലിൽ മത്സരിക്കുന്നത്. ആവേശോജ്വലമായ നിമിഷങ്ങൾ, വാശിയേറിയ പോരാട്ടം, കരയിലും വെള്ളത്തിലും ആവേശം വാരി വിതറുന്ന നിമിഷങ്ങൾ, മത്സരത്തിൻ്റെ വീറും വാശിയും നിറഞ്ഞ മാത്രകൾ. രണ്ടാം ട്രാക്കിലെ ചെറുതന ചുണ്ടൻ്റെ ഗംഭീര വിജയം. പായ്പാടന് 2ാം സ്ഥാനം. ആനാരി 3ാം സ്ഥാനത്തേക്ക്. ഞങ്ങളുടെ ചെറുപ്പകാലങ്ങൾ തൊട്ട് ഈ ജലമേള കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളിപ്പോൾ പ്രവാസികളാണെങ്കിലും ഞങ്ങൾ ഈ പ്രവാസികളായിരിക്കുമ്പോൾ പോലും ഞങ്ങൾ ഈ തിരുവോണ ജലോത്സവം, പണ്ട് കാലങ്ങളിൽ തിരുവോണ ജലോത്സവമായിരുന്നു. ഇപ്പോൾ പക്ഷേ അത്
CBL രീതിയിലേക്ക് മാറിയെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ കുട്ടനാടൻ ജലോത്സവങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ നീരേറ്റൂറൻ ജലോത്സവം. അറുപത്തഞ്ചാമത് ഉത്രാടം തിരുനാൾ പമ്പ ജലോത്സവത്തിൻ്റെ വിജയിയെ കണ്ടെത്തുന്ന മത്സരത്തിലേക്ക് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം. ഒന്നാം ട്രാക്കിൽ നടുവിലെ പറമ്പൻ, രണ്ടാം ട്രാക്കിൽ നിരണം, മൂന്നാം ട്രാക്കിൽ ജവഹർ തായങ്കൽ. പ്രശസ്തമായ 3 കളിവള്ളങ്ങളും 3 ടീമുകളും പങ്കെടുക്കുന്ന മത്സരം. രഞ്ജു എബ്രാഹിം കല്ലുപുരയ്ക്കലിൻ്റെ നേതൃത്വത്തിൽ നടുവിലെ പറമ്പനും അതുപോലെ നിരണം ബോട്ട് ക്ലബിൻ്റെ നേതൃത്വത്തിൽ KG എബ്രാഹിം നയിക്കുന്ന നിരണം ബോട്ട് ക്ലബിൻ്റെ നിരണം വള്ളവും ജോസഫ് മുളന്താനവും അശ്വന്ത് പെരുമ്പിടാക്കുളവും നയിക്കുന്ന ജവഹർ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ജവഹർ തായങ്കരിയും തമ്മിലുള്ള വാശിയേറിയ ഫൈനൽ മത്സരം. അറുപത്തഞ്ചാമത് പമ്പ ജലമേളയിലെ മാമൻ മാപ്പിള ട്രോഫി നേടുവാനുള്ള വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. നിരവധി തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള വള്ളങ്ങളാണ് ജവഹർ തായങ്കരി. 1977-ലും 78-ലും 85-ലും 2010-ലും 15-ലും നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ജവഹർ തായങ്കരി പങ്കെടുക്കുമ്പോൾ നടുവിലെ പറമ്പൻ, പഴയ ഇല്ലിക്കളം വള്ളമെന്നറിയപ്പെടുന്ന നടുവിലെ പറമ്പൻ പുതിയ പേരിൽ പങ്കെടുക്കുന്നു. അതുപോലെ പുതിയ വള്ളം കഴിഞ്ഞ വർഷം നീറ്റിലിറക്കിയ നിരണം വള്ളം വാശിയേറിയ പോരാട്ടത്തിൽ 3 കളിവള്ളങ്ങൾ പങ്കെടുക്കുന്ന ആവേശോജ്വലമായ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം. പമ്പ നദിക്കരയിലുള്ള ആയിരക്കണക്കിന് വള്ളംകളി പ്രേമികളെ ആവേശപ്പെടുത്തിക്കൊണ്ട് 3 കളിവള്ളങ്ങൾ കടന്നു വരുന്നു. ഒന്നാമത്തെ ട്രാക്കിൽ നടുവിലെ പറമ്പൻ, രണ്ടാമത്തെ ട്രാക്കിൽ നിരണം, മൂന്നാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി. 65ാമത് പമ്പ ജലമേളയിലെ മാമൻ മാപ്പിള ട്രോഫി നേടുവാനുള്ള വാശിയേറിയ മത്സരം. കുട്ടനാടൻ തുഴച്ചിലിൻ്റെ പാരമ്പര്യവും വൈദഗ്ധ്യവും നീരലകളിൽ നിറയുന്ന കാഴ്ച. ആയിരക്കണക്കിന് വരുന്ന വള്ളംകളി പ്രേമികളുടെ ആവേശോജ്വലമായ വരവേൽപ്പ്. 3 കളിവള്ളങ്ങളെ ആവേശത്തോടെ അവർ സ്വീകരിക്കുന്നു. ഇവിടെ 3 കളിവള്ളങ്ങൾ നടുവിലെ പറമ്പിലും ജവഹർ തായങ്കരിയും നിരണവും വാശിയോടെ കടന്നു വരുന്നു. എവിടെയും ആഹ്ലാദം കലർന്ന ആസ്വാദന വേളകൾ. പങ്കായ തുഴകളാൽ പങ്കായ തലപ്പുകൾ, പമ്പയുടെ കുളിർജലം വാരിയെറിഞ്ഞു കുതിക്കുന്ന 3 ജലകേസരികൾ. നിരണം ബോട്ട് ക്ലബിൻ്റെ നിരണം ചുണ്ടന് 65ാമത് പമ്പ ജലോത്സവത്തിൽ ഉജ്ജ്വല വിജയം. 2ാം സ്ഥാനത്ത് നടുവിലെ പറമ്പൻ. വള്ളപ്പാടുകൾക്ക് പിന്നിലായി ജവഹർ തായങ്കരി. ഞങ്ങൾക്ക് വളരെ സംതൃപ്തി തന്ന ഒരു മത്സരമായിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവസാന മത്സരം നല്ല മത്സരമായിരുന്നു. നല്ല മത്സരമെന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം, ഇവിടെ തുഴയാൻ വരുന്നവരെല്ലാം ഞങ്ങൾ വളരെ അടുപ്പമുള്ളവർ. അത് കാരണം എല്ലാവരും നമ്മളോട് ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ സഹകരിക്കുന്നവർ തന്നെ, ഇതിൻ്റെ ക്യാപ്റ്റന്മാരും ഉള്ളവരൊക്കെ. എങ്കിലും അങ്ങനെ ഒരു തർക്കത്തിലോട്ട് പോകുന്ന തരത്തിലുള്ള മത്സരം ഒന്നും ഇല്ലായിരുന്നു. എല്ലാം നല്ല വ്യത്യാസത്തിലാണ് എല്ലാ മത്സരങ്ങളും ഫിനിഷ് ചെയ്തത്. അറുപത്തഞ്ചാമത് ഉത്രാടം തിരുനാൾ പമ്പ ജലോത്സവത്തിലെ വിജയികൾക്കുള്ള മാമൻ മാപ്പിള ട്രോഫി നീലേറ്റുപുറം ബോട്ട് ക്ലബ് വർക്കിംഗ് പ്രസിഡന്റ് വിക്ടർ ടി തോമസ് നിരണം ചുണ്ടന് സമ്മാനിച്ചു. ലോകത്തെങ്ങുമുള്ള വള്ളംകളി പ്രേമികൾക്ക് മലയാളക്കരയുടെ പ്രത്യേകിച്ച് കുട്ടനാടിൻ്റെ പൈതൃക സത്വവും കായിക ചന്തവും ആനന്ദ ചാർത്തും സമർപ്പിക്കുകയായിരുന്നു 65ാമത് ഉത്രാടം തിരുനാൾ പമ്പ ജലോത്സവം.